രണ്ട് വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കമൻസ് ആട്ടോ എനിക്ക് വന്നത്. യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ് ഇപ്പം ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഇത് ചേട്ടനാണോ ചേച്ചിയാണോ അപ്പച്ചനാണോ അമ്മച്ചിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ എന്തായാലും അമ്മച്ചി എന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടെ. സോ ഇതിനെക്കുറിച്ച്, ഈ ഗർഭത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് ചേട്ടാ? ഇത് ശരി, എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊരു ആൻസർ പറയാമെന്ന് കരുതി. അതായത് ഈ ഒരു ഫോൺ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് പ്രഗ്നൻസി, അതല്ലെങ്കിൽ JSK മൂവിയിലെ പോലെ റേപ്ഡ് പ്രഗ്നൻസി ഒന്നും അല്ല. ഒരു മ്യൂച്വൽ കൺസെൻറ്റിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കൈ വിട്ടു പോയപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഫോൺ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്മാർട്ട്നെസ് പ്രിക്വേഷൻ എടുക്കുന്ന കാര്യത്തിൽ കാണിച്ചിരിക്കണമായിരുന്നു അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ മാത്രം വന്ന് ബ്ലെയിം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിനൊക്കെ ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് എന്തിനാ പോകാൻ നിൽക്കുന്ന പെൺപിള്ളേർ? എനിക്ക് അതാ മനസ്സിലാവാതെ. പോയി കഴിഞ്ഞ് എന്തെങ്കിലും അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ആണിൻ്റെ മേലെ പഴി ചാരുന്നതും അതും ഒരു വിമണ്ണ് ചേർന്നതല്ല. എല്ലാം മ്യൂച്വൽ കൺസെൻറ്റിൽ ചെയ്തതിന് ശേഷം കേട്ടോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു സ്മാർട്ട്നെസ് പ്രിക്വേഷൻ എടുക്കുന്നതിലും കാണിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ഇതിലൊരു ലെസൺ എന്താണെന്ന് വെച്ചാൽ പെണ്ണായാലും ആണായാലും യു ഹാവ് ടു ബി വെരി കെയർഫുൾ. എസ്പെഷ്യലി ഇങ്ങനെ ഹയർ അതോറിറ്റീസ് അല്ലെങ്കിൽ ഹയർ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ബിഗർ ലെസണാണ്. ഒരു മെസ്സേജ് ക്യാൻ സ്പോയിൽ യുവർ കരിയർ. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. എന്തായാലും ആൾ ആരാണെന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല ഇതുവരെയും. ഇതുവരെയും ലൈം ലൈറ്റിൽ വന്നിട്ടില്ല. പിന്നെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൺ നെക്സ്റ്റ്. ടിൽ ദെൻ